ഇതിവിടെ കിട്ടും. ഓഹോ, ഇപ്പൊ നമ്മളെ ഹോട്ടലാണ് കേട്ടോ ഇത്. നമ്മളെ ഹോട്ടലിൽ നിന്ന് ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളെ വണ്ടി ഇതാ പുറത്ത് കിടപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പൈപ്പ് ലൈൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് ഇന്റർലോക്കിന്റെയും വേറെ പണിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്നലത്തെ പൈപ്പ് ലൈൻ വർക്കൊക്കെ കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇന്നെന്താ വർക്കെന്ന് അറിയില്ല. നമ്മൾ സൈഡിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഏരിയയിലൊക്കെ ഇന്റർലോക്കൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഇവിടെയൊക്കെ ഇന്റർലോക്കിന്റെ പണി കഴിഞ്ഞാണ്. ഇനി ചെറിയ കോൺക്രീറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മാടാവ് ടൗണിലായിട്ട് ഇപ്പം കുറച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്റർലോക്കിന്റെ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അങ്ങോട്ടേക്കാണ്. നമ്മളിപ്പോൾ മാടാവ് ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ റോഡ് അവിടെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ ചെയ്ത കോൺക്രീറ്റിന്റെ പലയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 20 ടച്ച് ചെയ്ത സൈഡിലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വർക്ക് എന്താന്ന് മനസ്സിലായില്ല. ഇനിയിപ്പോ പോയിട്ട് നോക്കട്ടെ നമ്മുടെ വർക്ക് എന്താന്നുള്ളത്. ഏകാന്തതയുടെ അപാരതീരം. നമ്മള് 20 ഇവിടെ മൊത്തത്തിൽ GSP ഒക്കെ അടിച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റോളർ അവിടെ കിടപ്പുണ്ട്. റോളറൊക്കെ അടിച്ച് സെറ്റാക്കി. അവിടെ ഇന്റർലോക്കിന്റെ പണി ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ ഇന്റർലോക്കിന്റെ പണി ചെറിയ ഭാഗങ്ങളിൽ ഇപ്പോൾ വിട്ട ഭാഗങ്ങളിലൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഡിപ്പർ വന്നിട്ടുണ്ട്. ഈ പല വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള മണ്ണൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അതാണ് ഇന്നത്തെ ഫസ്റ്റ് പണി. അപ്പോൾ ഇവിടെയുള്ള പലയും കാര്യങ്ങളൊക്കെ ഏതാ ലോറിയിലേക്ക് കയറ്റിയിട്ട് അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോവാണ്. കുറച്ച് അപ്പുറത്തായിട്ട് കോൺക്രീറ്റിന്റെ പണിയൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ കാറ്റി നമ്മുടെ ലോറി ഇവിടുന്ന് പുറപ്പെട്ടു. ഇനി ഈ ലോറി തന്നെ തിരിച്ചു വന്നതിന് ശേഷം വേണം നമുക്ക് ഇവിടെയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കാൻ. നമ്മുടെ 20 ടച്ച് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഓരോരോ പണി ഇങ്ങനെ സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ നമ്മുടെ വിഷ്ണു അതാ അവന്റെ വണ്ടിയിൽ 2 കരിക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് കുടിക്കാം എന്നുള്ള കാഴ്ചപ്പാടിൽ ഇതാ കരിക്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. രാവിലെ തന്നെ ഒരു കരിക്ക് കുടിച്ചിട്ടാവാം നമ്മുടെ പണി. ഇനിയിപ്പോൾ ലോറി വരുന്ന ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് സമയമുണ്ട്. ലോറി പോയിട്ട് വരണം. ലോറി ഇപ്പോൾ 2-3 പലയൊക്കെ അപ്പുറം ഇറക്കി കൊടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ നമ്മുടെ വിഷ്ണു 2 കരിക്ക് എടുത്ത് വരുന്നത്. നല്ലോണം ഒളിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത്. രാവിലെ തന്നെ കരിക്ക് ദുഷ്ടനാണെങ്കിലും സ്നേഹമുള്ളവനാ. അപ്പൊ ഈ കരിക്ക് തുളക്കാൻ നമ്മള് പ്രധാന ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. JCBയുടെ സ്ക്രൂ ഡ്രൈവർ. അത് തുടക്കാൻ വേണ്ടിയിട്ട് തുണി
പൊട്ടിക്കങ്ങട് പൊട്ടിക്കങ്ങട് പൊട്ടിച്ച അപാര സ്ക്രൂ ഡ്രൈവറാന്നേ അത്. ആടടാ ആടടാ മാട് ആടിക്കറക്ക. ഓ അടിപൊളി കരിക്ക. രാവിലെ തന്നെ ഒരു കരിക്കും കുടിച്ച് പണി തുടങ്ങിയാല് ഉഷാറായിരിക്കും. കലങ്ങിയില്ല. ഇപ്പൊരു ഒഴിവാക്കല്ലേ. ഇത് പൊളന്ന എന്തെങ്കിലും ഉണ്ടാവുക. നമ്മൾ GSB ഒക്കെ ഇങ്ങനെ ലെവൽ ചെയ്തത് ഇങ്ങനെ വേണ്ട. കൂട്ടൊക്കെ ചാടി കറക്റ്റ് സെറ്റ് ആക്കിയിട്ട് ലെവലാക്കിയിട്ട് വരും. എവിടെയെന്ന് GSB ഇങ്ങനെ കോരിയിട്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഹാൻഡ് റോളൊക്കെ സെറ്റാക്കി വരികയാണ്. ഇനിയിപ്പോൾ ഇതാ GSB ചാടുന്ന നോക്കിക്കോ. നല്ല കൂട്ടൊക്കെ ഇങ്ങനെ മഞ്ഞ് പെയ്യുന്ന പോകരുതാ. ആവശ്യമുള്ള ചെറിയ ചെറിയ തള്ളിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിയിട്ട് GSB ഇങ്ങനെ ഇട്ട് ലെവൽ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നമ്മൾ ഇറ്റാച്ച് ലെവൽ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മാനുവലായിട്ട് ക്ലിയറാക്കി പോവുകയാണ് ചെയ്യുന്നത്. ലെവൽ കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഹാൻഡ് റോളറോട് അടിച്ചുകൊണ്ടിരിക്കുന്നില്ല കേട്ടോ. കാണുന്ന പോലത്തെ ഒരു ചെറിയ ഉള്ളിയാണെങ്കിലും നല്ല വൈബ്രേറ്ററൊക്കെ ഉള്ള നല്ല കിടിലൊരു ഹാൻഡ് റോളറാണ്. ഈ ഹാൻഡ് റോൾ ഇട്ടിട്ടാണ് നമ്മുടെ ഇന്റർലോക്ക് വെക്കാനുള്ള ഏരിയയൊക്കെ നല്ല ലെവലാക്കി അടിച്ച് താത്തി സെറ്റായിക്കൊണ്ടിരുന്നത്. നല്ല വൈബ്രേഷൻ ഇട്ട് GSBക്ക് അമർത്തിയാണ് നമ്മുടെ ഹാൻഡ് റോളർ ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഇന്റർലോക്കിന്റെ ഫൗണ്ടേഷൻ അടിയായി നമ്മൾ ശരിയാക്കി എടുക്കുന്നത്. നമ്മുടെ കർണാടകയുടെ ബസ്സൊക്കെ പോകുന്ന കാണാം. ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൂപ്പർവൈസറാണ് കേട്ടോ, നമ്മുടെ ലീഡർ രാമൻകുട്ടിയേട്ടൻ. അപ്പോൾ ഇവിടെ പണിക്കാരായാലും നമ്മുടെ സൂപ്പർവൈസറായാലും ലീഡറായാലും എല്ലാവരും ഒരുപോലെയാണ്. നമ്മുടെ പണിക്കാർ ഇവിടെ ലെവലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ 20 ഈ GSBക്ക് ലെവലാക്കി വരികയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ബേക്കിലായിട്ട് മണ്ണൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് നമ്മുടെ ടിപ്പർ ഇതാ എത്തിയിട്ടുണ്ട്. പലയൊക്കെ കാറ്റി ഇറക്കി നമ്മുടെ ടിപ്പർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങുകയാണ്. വരണ്ട ആ മതി. നമ്മുടെ ലോറി ലോഡായിട്ടുണ്ട്. ഇനിയിപ്പോ ആ ലോഡ് തട്ടിയിട്ട് വരണം. നമ്മൾ ഇത്രത്തോളം ഏരിയ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ പണി. ഇങ്ങനെ ഓരോരോ പണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോ ഈ പണി കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ട്. നമ്മുടെ ലോറി ഇതാ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോറി പോയി തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത ഭാഗം ലോഡ് ചെയ്ത് കാട്ടണം. അപ്പൊ നമ്മളിതാ രണ്ടാമത്തെ ലോഡ് മണ്ണും ഇവിടുന്ന് ലോഡ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വണ്ടി ലോഡായി കഴിഞ്ഞു. ഇനി വണ്ടി പോയിട്ട് അടുത്ത് തട്ടി വരണം. ഇനി നമുക്ക് കുറച്ചുകൂടെ വർക്ക് കൂടെ ബാക്കിയുണ്ട്. ഇത്രത്തോളം ഭാഗം നമ്മൾ കട്ടിയെടുക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേറെ വർക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത വർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ലോറി പോയ ആ ചെറിയൊരു ടൈമിൽ ഇവിടെ കുറച്ച് ഇന്റർലോക്കിന്റെ കട്ടയെടുത്ത് സൈഡിലോട്ട് മാറ്റിയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിലിപ്പോൾ കയറി വരുന്നുണ്ട്. ചൂട് കൂടി വരുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പോൾ നമ്മളെ മുന്നിലായിട്ട് ഇതാ കുറേ ഇന്റർലോക്കിന്റെ വർക്ക് ഇവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞു. സൈഡിലൊക്കെ ഇങ്ങനെ കട്ട കൂട്ടിയിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മുടെ മുന്നിൽ നമ്മുടെ സൂപ്പർവൈസർ നിൽക്കുന്നുണ്ട്, അബി.
അപ്പൊ അവന്റെ അടുത്ത് നിന്ന് കട്ട കാറ്റിട്ട് കുറച്ചപ്പുറങ്ങ കൊണ്ടുവരേണ്ട പരിപാടിയാണ്. അപ്പൊ നമ്മുടെ ബക്കറ്റിലോട്ട് ഇന്റർലോക്കിന്റെ കട്ട ഇപ്പൊ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കുറച്ച് അപ്പുറത്തായിട്ട് കൊണ്ടുപോയി ഡംപ് ചെയ്യണം. ഇവിടെയൊക്കെ ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങോളം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ വഴിയും കാര്യങ്ങളൊക്കെയാണ് ഇനി റെഡിയാക്കേണ്ടതായിട്ടുള്ളൂ. നമ്മുടെ ബക്കറ്റിലോട്ട് ഇതാ സാധനം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഫുള്ളായി കേട്ടോ. ഇനി നമുക്കിത് കുറച്ചപ്പുറം കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യണം. ഇവിടെയൊക്കെ ഇതാ ഇന്റർലോക്കിന്റെ പണിയൊക്കെ കഴിഞ്ഞു. സൈഡൊക്കെ ഇതാ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം കൊള്ളിക്കാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് കൊണ്ടുപോയി ഇടേണ്ടത്. അതുകൊണ്ട് മാക്സിമം കൊള്ളിക്കാണ്. നമ്മുടെ ലോറി വരുമ്പോൾ ഉള്ള പണിയാണിത്. ലോറി വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചപ്പുറത്ത് തന്നെ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ കട്ടയൊക്കെ ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്റർലോക്കിൻ്റെ വർക്കേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പണി കഴിഞ്ഞു. നമ്മൾ തിരിച്ച് നേരത്തെ പോയ ആ കട്ടിങ്ങിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡ് ഇതാ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സർവീസ് റോഡിലാണ് കേട്ടോ നടക്കുന്നത്. സർവീസ് റോഡിൽ ഇന്റർലോക്കിന്റെ പണി അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ ടീ ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇത്രത്തോളം ഏരിയ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ താത്തി കട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ ഇന്റർലോക്ക് വെച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് വഴിയാണ്. അതാണ് ഇങ്ങനെ കർവിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ചെരിവ് കാണാം. ഇത് വഴിയുള്ള ഏരിയയിൽ ഇങ്ങനെ താത്തിയിട്ടാണ് എടുക്കാറ്. അപ്പോൾ നമ്മളിത് ലോഡാക്കി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയിട്ടാണുള്ളത്. അവരൊക്കെ വന്നിട്ട് വേണം ഇനി അടുത്ത പണി തുടങ്ങാൻ. നമ്മളെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഏരിയ മൊത്തം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഏരിയ ഒക്കെ നമ്മളെ വർക്കേഴ്സ് പടന്ന ഉപയോഗിച്ച് ലെവലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ലാസ്റ്റ് ചെറിയ ചെറിയ മേക്കപ്പ് പരിപാടി മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത സൈറ്റിലോട്ട് പോകണം. അടുത്ത പണിയുണ്ട്. അപ്പം നമ്മളിവിടെ മൊത്തത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഷോപ്പിലേക്കുള്ള ആളുകൾക്ക് നമ്മളിവിടെ ചെറിയ റാമ്പും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്റർലോക്കൊക്കെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് ആ റാമ്പായിട്ട് മാച്ചാവും. ഇനി നമ്മുടെ ഹാൻഡ് റോളർ അടിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് റോൾ ഇതാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പണി മൊത്തത്തിൽ കഴിഞ്ഞു. ഇപ്പോൾ ഹാൻഡ് റോളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ പരിപാടി വെച്ചാൽ കുറച്ച് കട്ട കയറ്റി ഇറക്കി കൊടുക്കണം ഇന്റർലോക്കിന്റെ. പിന്നെ ചെറിയ ചെറിയ വേറെ വർക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ലോഡറിലോട്ട് ഇന്റർലോക്കിന്റെ കട്ട ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ 20 ടച്ചിലെ നമ്മളെ വിഷ്ണു ചടപടാ നിർത്തി ആടെയാണ്. മേലൊന്ന് അനങ്ങി പണിയെടുക്കുന്നുള്ളൊരു ആഗ്രഹത്തിലാണ് മൂപ്പർ പണിയെടുക്കുന്നത്. ഇത് നമ്മുടെ ഇന്റർലോക്കിന്റെ സൂപ്പർവൈസറാണ് കേട്ടോ. എല്ലാം അറഞ്ചം പറഞ്ഞ പണിയാണ്. ഒരു വെയിലുമാണ്. വെയിലിനൊരു രക്ഷയില്ല. പക്ഷെങ്കിൽ പണിയെന്ന് വെച്ചാൽ ഇവെല്ലാം മരിക്കും. അമ്മാതിരി പണിയാണ്. ഇതാ നോക്കിയാണെ നമ്മുടെ ഇന്റർലോക്കെല്ലാം വെച്ചതാണ്. ഇതിട്ട് മൊത്തം ഈ ഡസ്റ്റൊക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ ഗ്യാപ്പൊക്കെ ഫില്ലാക്കുന്നുണ്ട്. അടച്ച് വരുന്നുണ്ട്. ഇത് നമ്മൾ കുഞ്ചത്തൂർ മാട ടൗണിലാണുള്ളത്. ഇവർ കട്ട കാറ്റി ഏതാണ്ട് ലോഡർ നിറച്ചിട്ടുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ സൈഡിലായിട്ട് വാളിൻ്റെ കുഴിയെടുക്കാനുണ്ട്. ബൗണ്ടറി വാളിൻ്റെ കുഴിയെടുക്കാനുണ്ട്. അതുപോലെ തന്നെ വേറെയും ചെറിയ പണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. ചിലപ്പോൾ ഇന്ന് നൈറ്റ് വർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തളർന്ന ഓയ് അയ്യോ അയ്യോ അയ്യോ. വെയിലുണ്ടാ നമ്മളിതാ ലോഡർ നിറച്ചും ഇന്റർലോക്കിന്റെ കട്ടയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് കുറച്ച് അപ്പുറത്തായിട്ട് വർക്കേഴ്സ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടെ കൊണ്ടുപോയിട്ട് തട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ ആയതുകൊണ്ട് പണി കഴിഞ്ഞു കേട്ടോ ഇന്റർലോക്കിന്റെ. നമ്മളിപ്പോ മാട ടൗണ് അവിടെയാണുള്ളത്. അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വഴിയും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിയാക്കി പോവാണ്. നമ്മളെ ചോറൊക്കെ കഴിഞ്ഞ് ലഞ്ചൂറൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമുള്ള പണിയാണ് കേട്ടത്. കുറച്ച് GSB ഉണ്ട് ഇവിടെ. അതിപ്പോ ടിപ്പർ വരും, അതിലേക്ക് ലോഡാക്കല്. അതാണ് നമ്മളെ പരിപാടി. ഇപ്പൊ ടിപ്പർ വന്നിട്ടില്ല. നമ്മളെ ടിപ്പറിനായിട്ട് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ്. നമ്മളെ ടിപ്പർ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മളിത് ലോഡ് ചെയ്ത് തീർത്തതിന് ശേഷം അടുത്ത പണിയിലേക്ക് പോകും. അപ്പോൾ ഇതിന് ഏകദേശം 2 ലോഡിനടുത്ത് സാധനം ഉണ്ട്. നമ്മളിപ്പോ ടിപ്പറിലേക്ക് GSB കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള മൊത്തം GSB നമ്മൾ കോരി വിട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തം കാലിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചുകൂടി സാധനം വേണം. അത് കുറച്ച് അപ്പുറത്തായിട്ട് പോയിട്ട് കോരി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പണി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. വെയിലിന്റെ തീവ്രത കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ അടുത്ത പണി റെഡി ആയിട്ടുണ്ട്. ഒരു വീടിന്റെ വഴി റെഡി കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ വണ്ടി വീട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് ഈ കാറൊക്കെ കാറിന്റെ സെറ്റപ്പ് ആയി കൊടുക്കണം ഇവിടെ. അപ്പോൾ നമ്മൾ ഇന്റർലോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ ഏരിയകളിലൊന്ന് മൊത്തത്തിൽ റാമ്പാക്കി റെഡി ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ആ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം പെട്ടെന്ന് കിട്ടിയൊരു വർക്കാണ്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു പണിയുണ്ട്. നമ്മളെ വീട്ടിലേക്കുള്ള റാമ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. മണ്ണിന് ചെറിയൊരു നനമുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. വണ്ടി കാര്യമൊക്കെ പോവും. ഈ വീട്ടിലെ ഒരു കാറ് കാരി പോകേണ്ട ഒരു വഴിയേ വേണ്ടുള്ളൂ. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് കാരി പോവും, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ പണിയും കഴിഞ്ഞു. ഇനി അടുത്ത് വേറൊരു പണിയുണ്ട്, അതിലേക്ക് പോവാം. നമ്മുടെ ഇന്റർലോക്കിന്റെ വർക്ക് ഇന്നത്തെ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു പണി വന്നിട്ടുണ്ട്. ബൗണ്ടറി വാളിന്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഹൈവേ നല്ല സുന്ദരമായിട്ട് കിടക്കുന്നുണ്ട്. അടിപൊളി തന്നെയാണ്. അപ്പോൾ നല്ല രസമുണ്ട് ഇതിലൂടെ ഇങ്ങനെ പോവാൻ. ഈ JCB പോകുന്നത് നല്ല സുഖമുള്ള കാര്യമല്ല കേട്ടോ. കുലുങ്ങി പോകണം. ഇതിങ്ങനെ തുള്ളിയേ പോകത്തുള്ളൂ. നമ്മുടെ ഊരാന്റെ പണി തീരും കേട്ടോ. ഞാനിപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ കുലുങ്ങിയിട്ടാണ് പോകുന്നത്. ചെറിയൊരു കുഴിയോ കുണ്ടോ എന്തെങ്കിലും മതി. അപ്പോൾ JCBയുടെ പിറകെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് സ്പീഡിൽ പോകാത്ത എന്താന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ആരും ദേഷ്യപ്പെട്ട് നിൽക്കരുത് ദയവായി. കാരണം അത് ആ മിഷൻ വെച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറം അതിനെ കൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സർവീസ് റോഡ് കൂടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അടിപൊളി വ്യൂ തന്നെയല്ലേ നമ്മുടെ ആലിവാളിൻ്റെ ഒക്കെ. മൊത്തത്തിൽ പണി ഇങ്ങനെ കഴിഞ്ഞു വരികയാണ്. നമ്മുടെ ഇന്റർലോക്കിന്റെ പണിയൊക്കെ ഇതാ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലേബേഴ്സ് ഒക്കെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ബൗണ്ടറി വാളിന്റെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വരികയാണ്. അടുത്ത ലൊക്കേഷനിൽ എത്തി കേട്ടോ. ആ കാടൊക്കെ മാറ്റിയിട്ട് അവിടെ ബൗണ്ടറി വാളിന്റെ കട്ടിങ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കാടൊക്കെ നമ്മൾ പോക്കി. ഇനിയിപ്പോ ഈ കാടൊക്കെ മൊത്തത്തിൽ ഇവിടുന്ന് മാറ്റണം. ഇനി ഇതിന്റെ സൈഡിലായിട്ട് ഇപ്പൊ നമ്മള് ബൗണ്ടറി വാളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഈ കാടൊക്കെ ആദ്യം മാറ്റി കച്ചറൊക്കെ മാറ്റിയാലാണ് പരിപാടി നടക്കൂ. അപ്പൊ നമ്മൾ ആ പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ ബൗണ്ടറി വാളിന്റെ കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. അപ്പോൾ ഇതാ ഞാൻ കാടൊക്കെ മാറ്റിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. മൊത്തം വേസ്റ്റ് ആണ്, കംപ്ലീറ്റ് വേസ്റ്റ് കേട്ടോ. ഇവിടെ ഈ കാടൊക്കെ പിടിച്ചത് കൊണ്ട് ഈ കാട്ടിലേക്ക് എറിയുന്ന വേസ്റ്റ് ആണ്. ഈ സർവീസ് റോഡിൽ കൂടി പോകുന്ന ആളുകളാണ് ഈ വേസ്റ്റ് ഒക്കെ ഇതിലേക്ക് എറിയുന്നത്. അപ്പോൾ ഇതൊക്കെ പല പല രോഗങ്ങൾക്കും കാരണമാവും. ഒരുപാട് വേസ്റ്റ് ഉണ്ട്, അങ്ങോളം വേസ്റ്റ് ആണ്. ഇനിയിപ്പോൾ കാടിങ്ങനെ മാറ്റിക്കൊണ്ട് പോകുന്തോറും ഒരുപാട് വേസ്റ്റുകൾ ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നുണ്ട്. മൊത്തം ടാസ്ക് പിടിച്ച പണിയാണ് കേട്ടോ.
ഈ കോരിട്ട കംപ്ലീറ്റ് വേസ്റ്റാണ്. ഞാനിത് ഇവിടെ ചായിട്ട് നിൽക്കുകയാണ്, വണ്ടി നേരെ കുത്തനെയാണുള്ളത് കേട്ടോ. നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന പണി, ഈ കച്ചറ കംപ്ലീറ്റ് നമ്മൾ കോരിത അവിടെ ഇട്ടിട്ടുണ്ട്. ഇതുവഴി കട്ട് ചെയ്തിട്ട് ഇവിടെയൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ അനിയേട്ടർ ഇപ്പോൾ അതിൻ്റെ ലെവലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം വേസ്റ്റാണ്. നമ്മുടെ വണ്ടി ഇതാ കോയിലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. മൊത്തം ടാസ്ക് പരിപാടിയാണ്. നമ്മളിതിങ്ങനെ ചെരിഞ്ഞ് ഇടിച്ചിടിച്ച് അങ്ങോട്ട് ഇറക്കുകയാണ്. അപ്പോൾ പറഞ്ഞു നിന്നാൽ പരിപാടി നടക്കൂല. എന്തായാലും നമ്മളെ പണി തുടങ്ങാം. ഈ കാണുന്ന ടാസ്ക് പരിപാടിയാണ് കേട്ടോ. ഓണൊക്കെ ഒരു സൈഡിലോട്ട് പോയി ഇങ്ങനെയാണുള്ളത്. ായിട്ടല്ല സൈഡ് ബ്ലോപ്പാണ്. നമ്മളെ പണി ഇതാ ഇത്രത്തോളം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ വേസ്റ്റൊക്കെ ഇവിടെ മല പോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെ മണ്ണൊക്കെ അടിച്ച് ഫില്ലാക്കണം. അപ്പോൾ നാളെ രാവിലെ ഇനി നടക്കൂ. ഇനി ടിപ്പറും മണ്ണൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഇന്നത്തെ പണി ഇവിടെ കൈയാണ്. അപ്പോൾ നമ്മളിനി റൂമിലേക്ക് പോവാണ്.